ഹലോ ഫ്രണ്ട്സ്, ഹായ്. അപ്പോൾ കുറേ ദിവസത്തിന് ശേഷമാണ് നിങ്ങളെ കാണുന്നത്. അപ്പോൾ ഓണം എക്സാമിൻ്റെ പോർഷൻസും അതെങ്ങനെയാണ് പഠിക്കേണ്ടത്, ഇപ്പം ഞാൻ ഈ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്യേണ്ടത് ജൂലൈ 12 ആണ്. അതൊരു സാറ്റർഡേ, ഇന്നൊരു സാറ്റർഡേ ആണ്. അപ്പം ഇനി നമുക്ക് ഒരു മാസത്തിൽ കൂടുതൽ സമയമുണ്ട് പഠിക്കാനായിട്ട്. അപ്പോൾ എങ്ങനെ ഓണം എക്സാമിൻ്റെ പോർഷൻസ് ഞാൻ ഫസ്റ്റ് പറയാം, അതിനുശേഷം അതെങ്ങനെയാണ് പഠിക്കേണ്ടതും എന്ന് ഞാൻ പറയാം. ഓക്കെ, അപ്പോൾ ഞാൻ എങ്ങനെയാണ് ഓരോ കാര്യങ്ങൾ പഠിക്കേണ്ടതും എന്നുള്ള കാര്യങ്ങളൊക്കെ പറയാം. അപ്പോൾ ഫസ്റ്റ് നമുക്ക് ഓൺ എക്സാം പോർഷൻസ് നോക്കാം. അതിന് ശേഷം അതിൻ്റെ കൂടെ തന്നെ എങ്ങനെയാണ് പഠിക്കേണ്ടത്, ഏതൊക്കെയാണ് പാഠം, ന്യൂമറിക്കൽസ് ഒക്കെ ചെയ്യാനുണ്ട്, NCERT എങ്ങനെയൊക്കെയാണ് ചെയ്യണം, അതൊക്കെ പറയാം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ഞാൻ ഇതിൽ ഫസ്റ്റ് പറയാൻ പോകുന്നത് ഫിസിക്സ് ആണ്. ഫിസിക്സിൽ നമുക്ക് ഇലക്ട്രിക് ചാർജസ് ആൻഡ് ഫീൽഡ്, അതേപോലെ ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ ആൻഡ് കപ്പാസിറ്റൻസ്, കറണ്ട്, ഇലക്ട്രിസിറ്റി, മൂവിങ് ചാർജസ് ആൻഡ് മാഗ്നറ്റിസം, ഇത്രയാണ് നമുക്ക് ഈ ഓൺ എക്സാമിനുള്ള പോർഷൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഞാനിതിൽ 4 ബോക്സസ് ആയിട്ട് എഴുതിയിട്ടിട്ടുണ്ട്. ഈ 4 ബോക്സസ് എന്ന് പറയുന്നത് ഇന്ന് ഞാൻ ചെയ്യാനുള്ള വർക്ക്സാണ്, ഞാൻ പറയാം. അതായത് ഇപ്പോൾ നമ്മൾ ഇത്രയും കാര്യങ്ങൾ, ഇപ്പം നിങ്ങൾക്ക് ജസ്റ്റ് A+ മാത്രമാണെങ്കിൽ നിങ്ങൾ പഠിക്കുകയും PYQs പിന്നെ ചെറുതായിട്ട് 2-3 ക്വസ്റ്റ്യൻസ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടീച്ചേഴ്സിനെ ചോദിച്ച് മനസ്സിലാക്കി NCERT ക്വസ്റ്റ്യൻസും ചെയ്താൽ മതി. അതൊക്കെ ഫുള്ളും വേണമെങ്കിൽ ഫുൾ NCERT ക്വസ്റ്റ്യൻസ് ചെയ്യാം. മാക്സിമം NCERT ക്വസ്റ്റ്യൻസ് ടെക്സ്റ്റിൽ നിന്ന് ചെയ്യാം. ചലഞ്ചർ ക്വസ്റ്റ്യൻസ് എന്ന് പറയുമ്പോൾ അത് ഞാൻ പറയാം. ഓക്കെ, ചലഞ്ചർ ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് നമ്മൾ എക്സാമിനെല്ലാം അതേപോലെ സൈലത്തിലുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. ഞാൻ എക്സാമിനർ ബാച്ചിലാണ്. സോ അവർ നമുക്ക് കുറച്ച് കോൺസെപ്റ്റ് ഓറിയൻറ്റഡ് ആയിട്ടുള്ളതും NCERT ക്വസ്റ്റ്യൻസിന് അത്രയും തിക്നെസ് ഉള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ പ്രൊവൈഡ് ചെയ്യാറുണ്ട്. അതാണ് ചലഞ്ചർ ക്വസ്റ്റ്യൻസ് ഞാൻ ഇവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഞാനിപ്പോൾ പറഞ്ഞ പോലെ തന്നെ ഫസ്റ്റ് ഞാൻ ബോക്സസിൻ്റെ ഈസ് പറഞ്ഞിട്ട് ഒരു ചാപ്റ്റേഴ്സിനെ പറ്റി പറയാം. അപ്പോൾ ഇവിടെ നിങ്ങൾ A+ ആണ് ആഗ്രഹിക്കുന്നെങ്കിൽ ജസ്റ്റ് പഠിക്കുകയും അതുപോലെ തന്നെ PYQs ക്വസ്റ്റ്യൻസ് ചെയ്യുകയും ചെയ്യാം. ഓക്കെ, അപ്പോൾ പഠിക്കും PYQs ചെയ്യുന്ന സമയത്ത് നമുക്ക് A+ കിട്ടും. പിന്നെ ഇപ്പോഴത്തെ ഒരു സ്റ്റഡി ലെവൽ അനുസരിച്ച് നിങ്ങൾ അത്യാവശ്യം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള NCERT ക്വസ്റ്റ്യൻസ് കൊണ്ട് ചെയ്യുകയാണെങ്കിൽ A+ കിട്ടും. എന്നാൽ ഫുൾ മാർക്സ് ആണെങ്കിൽ ഇത് 4 നിങ്ങൾ ചെയ്യണം. അപ്പോൾ ഇത് ഞാൻ ഇങ്ങനെ ബോക്സ് ചെയ്ത് ഇട്ടിട്ടുള്ളത് ഇപ്പോൾ ദിവസം പോകുന്നതിനനുസരിച്ച് എനിക്ക് കംപ്ലീറ്റ് ആക്കാൻ പറ്റുന്നതനുസരിച്ച് ഞാൻ ഇവിടെ ടിക്ക് ചെയ്യും. അപ്പോൾ ടിക്ക് ചെയ്യുമ്പോൾ എനിക്ക് മനസ്സിലാവും എത്ര ഞാൻ പഠിച്ചിട്ടുണ്ടെന്ന്. അപ്പോൾ എക്സാം ടൈം എടുക്കുന്ന സമയത്ത് ഞാൻ എന്തൊക്കെയാണ് ചെയ്യാനുള്ളത് അതെനിക്ക് ആ സമയത്ത് ചെയ്തിട്ടില്ലെങ്കിൽ അത് ഞാൻ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. ആ ഒരു രീതിയിലാണ് ഞാൻ ഈ ബോക്സ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. അപ്പോൾ എല്ലാത്തിനും ഞാൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇലക്ട്രിക് ചാർജസ് ആൻഡ് ഫീൽഡ് എന്ന് പറയുന്ന സമയത്ത് ഇത് ഫസ്റ്റ് ചാപ്റ്ററാണ്. അപ്പോൾ ഇതിൽ മാക്സിമം ഒരു കുറേ ക്വസ്റ്റ്യൻസ് നമുക്ക് ചെയ്യാനുണ്ട്, ന്യൂമറിക്കൽസ് ആയാലും. പിന്നെ ഏറ്റവും കൂടുതൽ പറയേണ്ട ഈ ചാപ്റ്ററിൽ കുറേ ഡെറിവേഷൻസ് ഉണ്ട്. 6-7 ഡെറിവേഷൻസ് ഉണ്ട് ഈ ഒരു ചാപ്റ്റേഴ്സിൽ. ഈ ചാപ്റ്ററിൽ പഠിക്കാനായിട്ട്. അപ്പോൾ കുറേ ഡെറിവേഷൻ നമ്മൾ ബൈ ഹാർട്ട് ചെയ്യേണ്ടതായിട്ട് വരും. ബൈ ഹാർട്ട് ചെയ്താൽ ഭയങ്കര ഈസി ആയിരിക്കും. ഇനി കുറച്ച് ന്യൂമറിക്കൽസ്, ആ ഡെറിവേഷൻ തന്നെ കുറേ ന്യൂമറിക്കൽസ് പഠിക്കേണ്ടതായിട്ട് വരും. നെക്സ്റ്റ് ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ കപ്പാസിറ്റൻസ് ആണ്. ഇവിടെയും അത്യാവശ്യം നമുക്ക് ഡെറിവേഷനൊക്കെ പഠിക്കാനുണ്ട്. കുറച്ചുകൂടി ഈ ചാപ്റ്ററിനെക്കാട്ടി എനിക്ക് പഠിച്ചിട്ട് തോന്നി ഈ ചാപ്റ്ററിനെക്കാട്ടി കുറച്ചുകൂടി കട്ടിയുണ്ട് ഈ ചാപ്റ്ററിന്. അതാണ് ഇത് തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ. പക്ഷേ ഇതിൻ്റെ ബേസ് ആയിട്ട് തോന്നിയത് എനിക്ക് ഈ ചാപ്റ്ററാണ്. അതായത് ചാപ്റ്റർ 2ൻ്റെ ബേസ് ആയിട്ട് തോന്നി ഇതാണ്. ഇത് പഠിച്ചപ്പോൾ എനിക്ക് കുറച്ചുകൂടി ഇവിടെ ഒരു റിലേഷൻ വരുന്നതായിട്ട് തോന്നി, നന്നായിട്ട് റിലേഷൻ വരുന്നതായിട്ട് തോന്നി. ഇപ്പോൾ ഇതിൻ്റെ ബേസാണ്, ഈ ഒരു ചാപ്റ്ററിൻ്റെ ബേസാണ് ഇത് പഠിക്കുമ്പോൾ നമുക്ക് ഈ ചാപ്റ്റർ കുറച്ചുകൂടി ഈസി ആയിട്ട് തോന്നും. പക്ഷെ എന്നാലും കമ്പാരിറ്റീവ്ലി എനിക്ക് കുറച്ച് പാടായി തോന്നി ഈ ഒരു ചാപ്റ്ററാണ്. അപ്പോൾ ഇത് കുറച്ചുകൂടി ശ്രദ്ധിച്ച് പഠിക്കുക. ആ 4 ബോക്സ് തന്നെയാണ് ഞാൻ ഇവിടെയും കൊടുത്തിട്ടുള്ളത്. എല്ലായിടത്തും അങ്ങനെയാണ് കൊടുത്തിട്ടുള്ളത്. അടുത്തത് കറണ്ട്, ഇലക്ട്രിസിറ്റി. ഇത് അത്യാവശ്യം നല്ല ഈസി ചാപ്റ്ററാണ്, നമുക്ക് പെട്ടെന്ന് പഠിച്ചു തീർക്കാൻ പറ്റും. കറണ്ട്, ഇലക്ട്രിസിറ്റി കുറച്ച് തിയറിയാണ്. ഡെറിവേഷൻ ചാപ്റ്റർ ഉണ്ടോ എന്ന് എനിക്ക് ഓർമ്മയില്ല, പക്ഷേ ന്യൂമറിക്കൽസ് ഒക്കെ വളരെ കുറവാണ്. അതേപോലെ തന്നെ പഠിക്കാൻ ഈസിയാണ്. മൂവിങ് ചാർജസ് ആൻഡ് മാഗ്നറ്റിസം കുറച്ചുകൂടി ശ്രദ്ധ കൊടുത്ത് പഠിക്കേണ്ട ഒരു ചാപ്റ്ററാണ്. അത്ര വലിയ കുഴപ്പമൊന്നുമില്ല, പക്ഷെ നമ്മൾ കുറച്ചുകൂടി ശ്രദ്ധിച്ച് എല്ലാ ഡെറിവേഷനൊക്കെ ചെയ്ത് നോക്കി കഴിഞ്ഞാൽ അത് ഈസിയാണ്. ഇനി കെമിസ്ട്രിയിലേക്ക് വരാം. അപ്പം ഫിസിക്സിൽ ചെയ്യേണ്ടത് ന്യൂമറിക്കൽസും അതേപോലെ തന്നെ തിയറി നന്നായിട്ട് പഠിക്കാനായിട്ട് ന്യൂമറിക്കൽസും ഡെറിവേഷനും ഫസ്റ്റ് ഒന്ന് ചെയ്ത് പഠിക്കുക. അതിനുശേഷം നിങ്ങൾ എന്ത് ചെയ്യുക, തിയറി ഓരോന്നായിട്ട് പഠിച്ചു പോകും. അതാണ് ഫിസിക്സിൽ ചെയ്യേണ്ടത്. അടുത്ത കെമിസ്ട്രി എന്ന് പറഞ്ഞാൽ സൊല്യൂഷൻസ്, കെമിസ്ട്രി, അതുപോലെ തന്നെ കെമിക്കൽ കൈനറ്റിക്സ്, DF ബ്ലോക്ക് എലമെൻറ്റ്സ്. ഈ 4 ചാപ്റ്റേഴ്സും കൂടുതലും നമുക്ക് തിയറിയാണ് പഠിക്കാനുള്ളത്. സൊല്യൂഷൻസിൽ കുറേ തിയറി ഉണ്ട്, ക്വസ്റ്റ്യൻസും ചെയ്യാനുണ്ട്, പക്ഷേ തിയറി ഉണ്ട്. ഇലക്ട്രോ കെമിസ്ട്രിയിലും തിയറിയാണ്. കെമിക്കൽ കൈനറ്റിക്സിനും കുറച്ചും കൂടി തിയറി കൂടുതലാണ്. DF ബ്ലോക്ക് എലമെൻറ്റ്സ് എന്ന് പറയുമ്പോൾ അത്യാവശ്യം നല്ല ഈസി ചാപ്റ്ററാണ്, പെട്ടെന്ന് പഠിച്ചു തീർക്കാൻ പറ്റും. അത്ര ക്വസ്റ്റ്യൻസ് ഒന്നും ചെയ്യാനുള്ള ഒരു ചാപ്റ്ററിലാണ് DF ബ്ലോക്ക് എലമെൻറ്റ്സ് എന്ന് പറയാം. അപ്പോൾ ഈ 3 ചാപ്റ്റേഴ്സിലും നമുക്ക് കെമിക്കൽ കൈനറ്റിക്സ്, ഇലക്ട്രോ കെമിസ്ട്രി, സൊല്യൂഷൻ, ഇതിലൊക്കെ അത്യാവശ്യം കുറച്ച് സൊല്യൂഷനിൽ കുറച്ചുകൂടി ന്യൂമറിക്കൽസ് ഉണ്ട്. ഇതിലും അത്യാവശ്യം ന്യൂമറിക്കൽസ് ഒക്കെ ഉള്ള ചാപ്റ്റേഴ്സാണ്. അപ്പം നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം തിയറി നന്നായിട്ട് പഠിക്കുക കെമിസ്ട്രിയിൽ.
അതിനുശേഷം എന്ത് ചെയ്യുന്നത് വെച്ചാൽ ന്യൂമറിക്കൽസ് ഒക്കെ ചെയ്യാം. ഓക്കെ, തിയറി കുറേ ഉള്ള പഠിക്കാനുള്ളതുകൊണ്ട് തിയറി പഠിച്ച് വെക്കുക. എന്നിട്ട് ശേഷം എന്ത് ചെയ്യുക, ന്യൂമറിക്കൽസ് ചെയ്ത് നോക്കുക. അതാണ് നല്ലത്. അല്ലെങ്കിൽ കെമിസ്ട്രി മറന്നു പോകും. പിന്നെ നമുക്ക് എക്സാം ടൈമിൽ തിയറി പഠിക്കാൻ സമയം ഉണ്ടാവില്ല ഒത്തിരി. അടുത്ത മാത്സിൽ ഏറ്റവും ഈസി 2 ചാപ്റ്റേഴ്സാണ് മെട്രിക്സും അതുപോലെ ഡിറ്റർമിനൻസ് എന്ന് പറയുന്നത്. ബാക്കി റിലേഷൻ ആൻഡ് ഫംഗ്ഷനും ഇൻവേഴ്സ് ട്രിഗണോമെട്രി ഫംഗ്ഷൻസും കണ്ടിന്യൂറ്റി ആൻഡ് ഡിഫറൻഷ്യബിലിറ്റി എന്നൊക്കെ പറയുന്ന ചാപ്റ്റേഴ്സ് അത്യാവശ്യം പാടുള്ള ചാപ്റ്റേഴ്സാണ്. ഫസ്റ്റ് മെട്രിക്സും ഡിറ്റർമിനൻസ് ഒക്കെ പഠിച്ച് തീർക്കുക. അത് ഈ 2 ചാപ്റ്റേഴ്സ് പഠിച്ച് തീർക്കുക. എന്നതിന് ശേഷം അതിൻ്റെ ഞാൻ പറഞ്ഞ 4 ബോക്സസ് കംപ്ലീറ്റ് ചെയ്യുക. എന്നിട്ട് നിങ്ങൾ പഠിക്കുന്ന ചാപ്റ്റർ റിലേഷൻ ആൻഡ് ഫംഗ്ഷനാണ്. അപ്പോൾ കുറച്ചുകൂടി ഒരു എളുപ്പം തോന്നും. അത് കഴിഞ്ഞ് ഇൻവേഴ്സ് ട്രിഗണോമെട്രി ഫംഗ്ഷൻസിലേക്ക് വരാം. അത് കഴിഞ്ഞ ശേഷം കണ്ടിന്യൂറ്റി ആൻഡ് ഡിഫറൻഷ്യബിലിറ്റിയിലേക്ക് വരാം. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും കുറച്ചുകൂടി ഒരു ഇതുണ്ടാവും. അപ്പോൾ ഞാൻ പറഞ്ഞ രീതിയിൽ പോവുക. മെട്രിക്സ് പഠിക്കുക, ഡിറ്റർമിനൻസ് പഠിക്കുക, റിലേഷൻ ആൻഡ് ഫംഗ്ഷനിലേക്ക് പോവുക, ഇൻവേഴ്സ് ട്രിഗണോമെട്രി ആൻഡ് ഫംഗ്ഷൻസിലേക്ക് പോവുക. അത് കഴിഞ്ഞ് കണ്ടിന്യൂറ്റി ആൻഡ് ഡിഫറൻഷ്യബിലിറ്റിയിലേക്ക് വരാം. എല്ലാം അത്യാവശ്യം ഒരു പാടുള്ള ചാപ്റ്റേഴ്സാണ്. പക്ഷേ ഈ 2 ചാപ്റ്റേഴ്സ് ഈസിയാണ് കമ്പാരിറ്റീവ്ലി. ഓക്കെ, ഞങ്ങൾക്ക് അങ്ങനെയാണ് ക്ലാസ്സിൽ ടീച്ചർ പോർഷൻ എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതനുസരിച്ച് തന്നെ പഠിക്കുക. പിന്നെ ഈ 4 ബോക്സ് ഒരിക്കലും മറക്കരുത്. അത് നമ്മൾ NCERT ക്വസ്റ്റ്യൻസ് ഇതിൽ മെയിനാണ്, മാത്സിൽ മെയിനാണ് NCERT ക്വസ്റ്റ്യൻസ്. ഞങ്ങൾക്ക് അങ്ങനെയാണ് ചെയ്തത്. ഓക്കെ, ഇനി അടുത്ത ഞാൻ പറയാനായിട്ട് പോകുന്നത് ബയോളജിയാണ്. ബയോളജി എന്ന സമയത്ത് സെക്ഷൽ റീപ്രൊഡക്ഷൻ ഇൻ ഫ്ലവറിങ് പ്ലാന്റ്സ് ആൻഡ് ബയോടെക്നോളജി പ്രിൻസിപ്പിൾസ് ആൻഡ് പ്ലാന്റ്സ്. ബാക്കി ഞാൻ എഴുതിയിട്ടില്ല കേട്ടോ. ഞാനത് കുറച്ച് പ്രോസസ്സാണ്, പ്രോസസ്സ്. ഓക്കെ, അടുത്ത ഹ്യൂമൻ റീപ്രൊഡക്ഷൻ്റെ റീപ്രൊഡക്റ്റീവ് ഹെൽത്ത്, പ്രിൻസിപ്പിൾസ് ഓഫ് ഇൻഹെറിറ്റൻസ് ആൻഡ് വേരിയേഷൻ. ഇത്രയും ചാപ്റ്റേഴ്സ് ഉണ്ട്. അപ്പോൾ ഇതിൽ ഞാൻ ബോട്ടണി സുവോളജിയും സെപ്പറേറ്റ് ചെയ്തിട്ടില്ല. അപ്പോൾ ഇത് 2 സുവോളജിയാണ്, ഇത് 2 ബോട്ടണിയാണ്. ഇത് സുവോളജിയാണോ ബോട്ടണിയാണോ എനിക്കൊരു കൺഫ്യൂഷനുണ്ട്. ഇത് സുവോളജി ആണെന്നാണ് തോന്നുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ 5 ചാപ്റ്റേഴ്സാണ് ഉള്ളത്. പിന്നെ ഇതിൽ ഈ പ്രിൻസിപ്പിൾ ഓഫ് ഇൻഹെറിറ്റൻസ് ആൻഡ് വേരിയേഷനിൽ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അത് മുഴുവനുണ്ടോ എന്നറിയത്തില്ല. പക്ഷേ എന്നാലും മുഴുവനും ഉണ്ടാവാനാണ് സാധ്യത. കാരണം നമുക്ക് പോർഷൻസ് വന്ന സമയത്ത് അതിൽ മുഴുവനും പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ 5 ചാപ്റ്ററിൽ മുഴുവനും പഠിക്കുക. ഓരോ ചാപ്റ്റേഴ്സ് ഇപ്പം സെക്ഷൽ റീപ്രൊഡക്ഷൻ, ഹ്യൂമൻ റീപ്രൊഡക്റ്റീവ് ഒക്കെ എടുത്ത് കാണും. ഇതിന് ബാക്കി 3 ചാപ്റ്റേഴ്സ് ഉണ്ട്. അതൊക്കെ നന്നായിട്ട് ഇരുന്ന് പഠിക്കുക. കാരണം ഇനി ഈ 2 ചാപ്റ്റേഴ്സ് നമുക്ക് ഇത്തിരി ഒന്ന് ഇരുന്ന് പഠിച്ചാൽ മനസ്സിലാവുന്ന ചാപ്റ്റേഴ്സാണ്. ഈ 3 ചാപ്റ്റേഴ്സ് എന്ന് പറയുന്ന സമയത്ത് ഈ ചാപ്റ്ററും അത്യാവശ്യം കുഴപ്പമില്ല, റീപ്രൊഡക്റ്റീവ് ഹെൽത്തും കുഴപ്പമില്ല. പക്ഷേ ഈ 2 ചാപ്റ്റേഴ്സ് ബയോടെക്നോളജിയും അദ്ദേഹത്തിൻ്റെ പ്രിൻസിപ്പിൾ ഓഫ് ഇൻഹെറിറ്റൻസ് വേരിയേഷനും നന്നായിട്ട് പഠിക്കണം. കോൺസെപ്റ്റ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും വരുന്നത്. നന്നായിട്ട് പഠിച്ചാലേ ഇതിൽ നിന്ന് മാർക്ക് കിട്ടുള്ളൂ. ഇത് നന്നായിട്ട് നിങ്ങൾ സമയം കൊടുത്ത് തന്നെ പഠിക്കുക ഈ 2 ചാപ്റ്റേഴ്സ്. ഇതും പിന്നെ ഈ ചാപ്റ്ററും അത്യാവശ്യം കുഴപ്പമില്ല. എനിക്ക് പഠിച്ച സമയത്ത് അത്ര കുഴപ്പം തോന്നിയില്ല. നമ്മൾ ഇരുന്ന് പഠിച്ച് മനസ്സിലാക്കിയൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ കിട്ടും. വീഡിയോസൊക്കെ കണ്ടു കഴിഞ്ഞാൽ കിട്ടും. വേറെ കുഴപ്പമൊന്നുമില്ല. പിന്നെ ഇത് റീപ്രൊഡക്റ്റീവ് ഹെൽത്തും കുഴപ്പമില്ല. ഇതിൻ്റെ ഒരു ബേസിസ് തന്നെയാണ്. അതായത് ഇതിൽ നിന്ന് തന്നെയാണ് ഈ ചാപ്റ്റർ, അതായത് ഈ ഒരു യൂണിറ്റ് മുഴുവൻ അങ്ങനെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഒരു സ്റ്റാർട്ടിങ് തന്നെയാണ് ഇതെന്ന് പറയുന്നത്. അപ്പോൾ അത്രയും കുഴപ്പം വന്നില്ല. പക്ഷേ ഈ 2 ചാപ്റ്റേഴ്സ് നിങ്ങൾ ഇരുന്ന് നന്നായിട്ട് മനസ്സിലാക്കി പഠിക്കാം. അത്രയേ ഉള്ളൂ. പിന്നെ ഇപ്പം ഇംഗ്ലീഷ് ഹിന്ദിയും പറയുകയാണെങ്കിൽ ഇംഗ്ലീഷിൽ നമുക്ക് ഫസ്റ്റ് യൂണിറ്റ് ആയിരിക്കും. ഹിന്ദിയിലും മലയാളത്തിലൊക്കെ ഫസ്റ്റ് യൂണിറ്റാണ് തരിക. പിന്നെ കമ്പ്യൂട്ടർ സയൻസിൽ ഫസ്റ്റത്തെ 3 ചാപ്റ്റേഴ്സാണ് ഓൺ എക്സാമിന് ഉള്ളത്. ഓക്കെ, കമ്പ്യൂട്ടർ സയൻസുകാർക്ക്. അപ്പോൾ ഇത്രയാണ് ഓൺ എക്സാമിൻ്റെ പോർഷൻസ്. അപ്പോൾ ഈ വീഡിയോ ഹെൽപ്ഫുള്ളായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ അത് കമൻറ്റ് ചെയ്യുക. താങ്ക് യു.